ഗൈസ്, ഇതാണ് നമ്മുടെ ചീമപ്ലാവ്. അപ്പോൾ കണ്ടോ, നമ്മുടെ ചീമപ്ലാവിൽ നിറച്ച് കായ പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. പക്ഷേ ചൂട് കൊണ്ട് ഈ കായ്കളെല്ലാം തന്നെ ഇതാ അതിൻ്റെ ഞെട്ട് വാടി നിൽക്കുകയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം എന്ന പരുവത്തിനാണ് ഇവരെല്ലാവരും കുറേ പേര് നിൽക്കുന്നത്. അപ്പോൾ നിറച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലാണ് കേട്ടോ. ചൂടിൻ്റെ അപാരത കൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇത് നോക്കിയേ, പല സെക്ഷനായിട്ടാണ് ഇത് കായ്ച്ചു വന്നിരിക്കുന്നത്. കുറച്ച് വലുതായതുണ്ട്, അതിനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ് ഒരു 3-4-5 തലമുറ പോലെ ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് അനേകം ചീമച്ചക്ക ഞങ്ങൾക്ക് കായ്ച്ചിട്ടുണ്ട്. പക്ഷേ നോക്കിയേ, ഇത് 3/4 ഭാഗവും ഈ ചൂട് കൊണ്ട് നന്നായിട്ട് വീഴും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതാ കണ്ടോ, അത് മഞ്ഞളിച്ച് ഇനി അത് കൊള്ളത്തില്ല ഗൈസ്. അപ്പോൾ ആ ഒരു പരുവത്തിന് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്? മഴ പെയ്താലും ഇങ്ങനെ തന്നെ കേട്ടോ. മഴയും ചൂടും കൂടി മാറി മാറി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കണ്ടോ, നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഓരോ ഇലകളിലും ഒരു 7-8 കായ്കൾ വെച്ചിട്ടാണ് ഗൈസ് പിടിച്ചിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ചൂടത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ചൂട് കടുക്കും. ആ സമയമൊക്കെ ആവുമ്പം ഇത് നന്നായിട്ട് കൊഴിഞ്ഞ് ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് ഇത് അവസാനം നന്നായിട്ട് നിലം പരിശാകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയാണ് അവസ്ഥ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.